ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവമന്നയുടെ ഒരു വീഡിയോ കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. ഞാൻ ഫാദർ ജീമോൻ പനച്ചിക്കൽ കരോട്ട്. ബഹുമാനപ്പെട്ട ജോസഫ് അരിമറ്റത്തരച്ചനും ഞാനും കൂടെ ഒന്നിച്ചിരുന്നിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ മേഖലൊന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം. ആ വീഡിയോ ഒന്ന് കാണണം. ഒരു ജീവമന്നയുടെ ഒരു വീഡിയോ കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങൾ ഞാനൊന്ന് അറിയിക്കട്ടെ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന, നിങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോയുടെ ഓഡിയോ ഞങ്ങൾ ഓൾറെഡി നമ്മുടെ മീഡിയ കമ്മീഷൻ പാലയുടെ യൂട്യൂബ് ചാനൽ ഇട്ടിരിക്കുന്ന ജീവമന്ന ആ പാട്ടാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ആ പാട്ട് 3 മിനിറ്റിൽ കുറയാത്ത രീതിയിൽ നിങ്ങൾക്ക് ആ പാട്ട് മുഴുവനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ചെറിയ സംശയം ഉണ്ടാവുകയെ, വേറൊരു വോയിസ് ഉപയോഗിക്കാമോ, വേറെ ഡയലോഗുകൾ ചേർക്കാമോ? വേറെ ഡയലോഗുകൾ നിങ്ങൾക്ക് ആ പാട്ടിൻ്റെതനുസരിച്ച് ചേർക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. ബേസിക്കലി നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ പാട്ടായിരിക്കണം. ആ പാട്ടിൽ നിന്നുമാണ് നിങ്ങളത് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പം 3 മിനിറ്റ് കുറയാതെ ആ പാട്ടിൻ്റെ ദൈർഘ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോ തയ്യാറാക്കാം. വീഡിയോ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ ഇടവകയിൽ ജീവമന്നയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആക്ടിവിറ്റികൾ നടന്നിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം. കുട്ടികൾ, മുതിർന്നവർ, യുവജനങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് ഒരു നല്ല രീതിയിൽ ദൃശ്യം ആവിഷ്കരിക്കുന്ന ഒരു വീഡിയോ പ്രസൻറ്റേഷൻ നടത്തുമ്പോഴാണ് അത് അടിപൊളിയാവുന്നതും അതിന് പ്രത്യേക ഒരു പരിഗണന ഞങ്ങൾ നൽകുന്നതുമാണെന്ന് ഇതിനോടൊപ്പം തന്നെ അറിയിച്ചുകൊള്ളു. അതോടൊപ്പം തന്നെ ചേർന്ന് കുട്ടികളുടെ ഡാൻസിൻ്റെ സ്റ്റെപ്പുകൾ, കോറസ് പാടുന്നത്, ഇതൊക്കെ ഞങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി, പ്രായഭേദമന്യേ എല്ലാവരെയും ഉൾപ്പെടുത്തി ആ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് പ്രത്യേകം പരിഗണിക്കും എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഓൾറെഡി അതിൻ്റെ സമ്മാനത്തുകകൾ അച്ഛൻ പറഞ്ഞിരുന്നു. 1ാം സമ്മാനം 10,000 രൂപ, 2ാം സമ്മാനം 5,000 രൂപ, 3ാം സമ്മാനം 3,000 രൂപ. ഒപ്പം 20 ഫെറോനകളിൽ നിന്നും ഏറ്റവും ബെസ്റ്റായിട്ട് നൽകുന്ന ഒരു വീഡിയോയ്ക്ക് പ്രത്യേകം പ്രോത്സാഹന സമ്മാനം കൂടി ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ ചോദിക്കുന്ന അടുത്ത ചോദ്യം, ഈ എങ്ങനെയാണ് ഈ സമ്മാനം തീരുമാനിക്കുന്നത്, അതിൻ്റെ മാനദണ്ഡങ്ങൾ എങ്ങനെയാണ്? അതിൽ പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ തരുന്ന വീഡിയോയുടെ വ്യൂസ് നോക്കും, ലൈക്സ് നോക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കണ്ടൻറ്റ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആരെയൊക്കെ ഉൾപ്പെടുത്തി, എങ്ങനെ ഉൾപ്പെടുത്തി, ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതും, ഒപ്പം ലാസ്റ്റ് ദൃശ്യം ആവിഷ്കരിച്ചിരിക്കുന്ന രീതി, അതിൻ്റെ വീഡിയോയുടെ എഡിറ്റിങ്, വീഡിയോയുടെ ക്വാളിറ്റി എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിട്ടാണ് പ്രത്യേകം ഈ സമ്മാനങ്ങൾ നൽകുന്നത് എന്നതുകൂടി അറിയിക്കട്ടെ. ഇനി ഇതെങ്ങനെയാണ് തരുന്നത്? ഏപ്രിൽ 17-ാം തീയതി ഒരു ഡേറ്റ് നേരത്തെ പറഞ്ഞിരുന്നു. ഏപ്രിൽ 17-ാം തീയതി നമ്മുടെ മീഡിയ കമ്മീഷൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് തരാം. ആ നമ്പറിൽ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് വീഡിയോ അയക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് നിങ്ങൾ എടുത്തിരിക്കുന്ന വീഡിയോയുടെ ഫൈനൽ ഔട്ട്പുട്ട് ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അടുത്ത ദിവസം മുതൽ ഏപ്രിൽ 18 മുതൽ നിങ്ങൾ തന്നിരിക്കുന്ന വീഡിയോകൾ ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ, മീഡിയ കമ്മീഷൻ പാലയുടെ യൂട്യൂബ് ചാനലിലിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അന്ന് മുതൽ നിങ്ങൾക്ക് ആ വീഡിയോസിൻ്റെ വ്യൂസും ലൈക്സും ഒക്കെ കയറ്റാനായിട്ടുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കാം. അപ്പം വിഷ് യു ഗുഡ് ലക്ക്. ഈ അവധിക്കാലം ഒരു അടിപൊളി സംഗതിയായിട്ട് ജീവമന്ന ഒരു എല്ലാവരിലേക്കും എത്തിക്കുവാൻ, രൂപത മുഴുവനും എത്തിക്കുവാൻ നിങ്ങളുടെ കഠിന പരിശ്രമങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിത്ത് ദിസ് ഐ ആം സൈനിങ് ഓഫ്. ഐ ആം യുവർ ഫാദർ ടെക്. താങ്ക് യു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.